അതെ, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജിഞ്ചർ ചിക്കൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ്, അതേ ഒരു ഫീൽ കിട്ടുന്ന ഒരു റെസിപ്പി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങൾ ഒരിക്കലും തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാനൊരു ഇഷ്ടം തോന്നുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് ഈ റെസിപ്പിക്ക് നല്ലത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു എഗ്ഗ്, സാധാരണ എഗ് വൈറ്റാണ് ഇതിൽ ചേർക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു മുഴുവൻ എഗ്ഗും അങ്ങ് ചേർക്കുവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് എരിവിനാവശ്യമായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇപ്പോൾ സാധാരണ ഇതിൽ ചേർക്കുന്നത് വൈറ്റ് പെപ്പറാണ്. അതുകൊണ്ട് ഞാൻ വൈറ്റ് പെപ്പർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ എടുക്കുന്നു. എന്നാലും നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ സാധാരണ കുരുമുളക് പൊടിയോ, ഇനി അതും ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ സോയ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് സോയ സോസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും നോക്കി വേണം ചേർക്കാൻ. സോയ സോസും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് ഒരുപാട് കൂടാൻ പാടില്ല. നല്ലതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. നല്ലതുപോലെ വെള്ളം വാലാൻ വെച്ചതിന് ശേഷം എടുത്തതായിരിക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ചിക്കൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലും ഒന്നുമില്ല. ഇനി അതുപോലുള്ള ടിപ്പ് എനിക്കറിയാം, ഞാനതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സെപ്പറേറ്റ് ഒരു ടിപ്പായിട്ടൊരു വീഡിയോ പറഞ്ഞുതരാം. ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് വേണം ആ ചിക്കൻ കട്ട് ചെയ്തെടുക്കാനും. ഇനി ഇത് ശരിക്കും 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഇത് കോട്ടിങ് ഒക്കെ കഴിഞ്ഞ് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഈ റെസിപ്പിക്ക്. ഞാനിതിപ്പം ഒരുമിച്ചൊരു ബാറ്റർ ഉണ്ടാക്കി ഈ 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് 2 റെസിപ്പിക്കാണ് എടുക്കുന്നത് കേട്ടോ. ഒരു റെസിപ്പി വേറൊരു റെസിപ്പി കൂടെ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും തന്നെ ഉണ്ടാക്കിയിട്ട് ഈ റെസിപ്പിക്ക് ഇതിൽ പകുതി എടുത്താൽ മതി. ബാക്കി മാറ്റി വെച്ചിട്ട് വേറൊരു റെസിപ്പി എടുക്കാം. വേറെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഗാർലിക് ചിക്കൻ ഉണ്ട്, സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ഉണ്ട്, അല്ലെങ്കിൽ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ട്. നമുക്ക് എന്ത് വേണേലും ഈ ഒരു കോട്ടിംഗ് ഉള്ള ചിക്കൻ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെച്ചു. എന്നാലേ അതൊക്കെ നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടിയിൽ മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. വെളിച്ചെണ്ണയല്ല, സാധാരണ ഓയിലാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് ഞാനിത് വറുത്തെടുക്കുവാണ്. ഇത് വറുത്തെടുക്കുന്നതിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു കുത്തിങ്ങനെ വാരിയെടുക്കുക. വാരിയെടുത്തിട്ട് ഒരുമിച്ച് നിങ്ങൾ എണ്ണയിലോട്ട് ഇടരുത്. ഓരോ പീസായിട്ട് വേണം ഇടാൻ. കാരണം കൂട്ടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇനി എണ്ണയിലോട്ട് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ആ കോട്ടിംഗ് കറക്റ്റായിട്ട് കിട്ടും. എന്നാലും നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിം ആയിരിക്കണം, തീ കൂട്ടി വെക്കരുത്. 1.5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കാൻ. ആ 1.5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ അടിയൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗണർ ആവുന്നതിനും വരെ ഇത് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് ഓവർ ഫ്രൈ ആയി കല്ല് പോലെ ആവരുത് കേട്ടോ. ഈ ഒരു കളറൊക്കെ കണ്ടോ, ഈ ഒരു പരുവത്തിലും. അങ്ങനെ ഇത് ചെറിയ ചീനച്ചട്ടിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 3 ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുത്തത് കേട്ടോ. ഇതിൽ ഞാൻ എല്ലാം ഈ ഡിഷിന് വേണ്ടി എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എത്ര എടുത്തിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2 ഡിഷിന് വേണ്ടിയുള്ളതാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുത്തു. ഗ്രാമ്പുവിൻ്റെ ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് സെലറി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്ന അരിഞ്ഞ സെലറി 1 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാൻ കാണിച്ച അത്രയും ചേർത്തിട്ടില്ല. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളകും കൂടെ ഫൈൻ ചോപ്പ് ചെയ്തതാണ് കേട്ടോ.
സ്പ്രിംഗ് ഒനിയനും ഞാൻ ചേർത്ത് കൊടുത്തു. മീഡിയം സൈസുള്ള ക്യാപ്സിക്കവും ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഇതേപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയുന്ന പോലെ അത്രയും വലുപ്പത്തിലല്ല ക്യൂബാക്കിയിരിക്കുന്നത്, ഇച്ചിരി വലിപ്പം കുറച്ചാണ്. പിന്നെ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ക്യാപ്സിക്കം രണ്ടാമതാണ് ചേർക്കേണ്ടത്, ആദ്യമാണ് സവാള ചേർക്കേണ്ടത്. എനിക്ക് തിരിഞ്ഞു പോയതാണ് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പം ആദ്യം സവാളയും രണ്ടാമത് ക്യാപ്സിക്കം ചേർത്താൽ മതി. ഒരുപാട് വഴറ്റണ്ട. ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ ലേശം ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് സോയ സോസ് ചേർത്തു, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. 3 to 4 ടേബിൾ സ്പൂൺ സോയ സോസ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് കൃത്യമായ രീതിയിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഈ ഒരു വീഡിയോയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലോ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സോസൊക്കെ കൃത്യമായ അളവ് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിതെല്ലാം നോക്കി അതിൻ്റെ ടേസ്റ്റ്, ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സോസൊക്കെ ബാലൻസ് ചെയ്യേണ്ടത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം മതി. അതായത് ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. തീ കുറച്ച് വെക്കരുത് കേട്ടോ. തീ കൂട്ടി തന്നെയാണ് എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത്. തീ കുറച്ച് വെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല ഇപ്പം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ അജിനോമോട്ടയോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോഴൊരു ഹോട്ടൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബട്ടർ അതുപോലെ തന്നെ ഷുഗറൊക്കെ ചേർത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഷുഗർ, അതായത് 1 നുള്ളു ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ്, ഈ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കണം. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിൽ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് പകുതി ഇതിൽ ചേർത്തു. അപ്പം ഞാൻ പകുതി എന്ന് പറയാൻ കാരണം നിങ്ങളെ ആദ്യം കാണിച്ച അത്രയും ചിക്കൻ ഞാനിതിൽ ചേർക്കുന്നില്ല. നോക്ക്, വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സൈസ് കൂടും ഈ ചിക്കൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിൽ ടൊമാറ്റോ സോസ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊന്നും തീ കുറച്ച് വെക്കരുത്. കോൺഫ്ലോർ നേരത്തെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കണം. 2 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണം. അത് നമ്മൾ ഇപ്പം ചേർക്കുമ്പോൾ ഇത് നല്ലതുപോലെ കുറുകുന്ന സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഈ ഉരുളിക്കകത്ത് കിടക്കുന്ന ഈ ഒരു ചിക്കൻ്റെ ഇതിൻ്റെ അകത്ത് ഞാൻ ചുറ്റിനുമാണ് ഒഴിച്ചു കൊടുത്തത്. ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി ഒന്ന് കുറുകിയ സമയത്ത് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കാൻ നിർത്തി. നിങ്ങളും അതുപോലെ ചെയ്യണം. ഗ്രേവി കുറുകുന്ന സമയത്ത് അങ്ങ് നിർത്തണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളൊരു ബൗളിൽ എടുക്കുന്നെങ്കിലും മൊത്തം ചേർക്കുന്നില്ല. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തു. സെലറി അരിഞ്ഞതും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.